യേശുവിനോടൊപ്പമുള്ള യാത്ര. ഇന്നത്തെ ചിന്താവിഷയം ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുന്ന ജീവിത രീതി. ധ്യാനത്തിനായുള്ള തിരുവചനം മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 41-ാം വാക്യം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. ആത്മീയ യുദ്ധത്തിൽ പിശാചിനെ നേരിടാനും ജയിക്കാനും ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുന്ന ജീവിത രീതി നമുക്കുണ്ടാകണം. നമ്മുടെ ബലഹീന നിമിഷങ്ങളിൽ നമ്മെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെ നേരിടാൻ നാം എപ്പോഴും ഒരുങ്ങിയിരിക്കണം. 1 പത്രോസ് 5-ാം അധ്യായം 8-ാം വാക്യം. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. നാം എപ്പോഴും വീണു പോകാതെ വണ്ണം ജാഗ്രതയോടെ ഉണർന്നിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. പ്രതിയോഗിയായ പിശാച് നമ്മെ എങ്ങനെ വീഴ്ത്താം എന്ന് അലറുന്ന സിംഹം എന്ന പോലെ തിരഞ്ഞു ചുറ്റി നടക്കുന്നുണ്ട്. എന്നാൽ നാം വചനത്തിൽ ഉറച്ചു നിന്ന് പിശാചിനോട് എതിർത്തു നിന്നാൽ അവൻ നമ്മെ വിട്ട് ഓടിപ്പോകും. അതുകൊണ്ട് നാം എപ്പോഴും നമ്മെ തന്നെ നിയന്ത്രിച്ച് പിശാചിൻ്റെ കെണികളെ തിരിച്ചറിഞ്ഞ് അതിൽ വീഴാതെ വചനത്തിൽ ഉറച്ചു നിന്ന് ഉണർവോടെ പ്രാർത്ഥനാ ജീവിതം നയിക്കാം. കർത്താവായ യേശു ഗത്സമനയിൽ വെച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് മാതൃകയാക്കാം. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നു നീങ്ങിപ്പോകണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പരീക്ഷകളെ അഭിമുഖീകരിക്കാനും അതിൽ വിജയം പ്രാപിക്കുവാനും നമുക്ക് കർത്താവ് കാണിച്ചു തന്ന മാതൃക പിന്തുടരാം. എല്ലാ പ്രതികൂലങ്ങൾക്കും പരീക്ഷകൾക്കുമുള്ള ഉത്തരം എന്നത് പ്രാർത്ഥനാ ജീവിതമാണ്. നമ്മുടെ ആത്മാവ് ദൈവസാന്നിധ്യത്തിൽ ശക്തിപ്പെടുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 14-ാം വാക്യം. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നമ്മുടെ ജഡത്തിൻ്റെ ബലഹീനതകളെ ശക്തീകരിക്കുവാൻ, പിശാചിൻ്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ പ്രാർത്ഥനയിൽ തന്നെ നമുക്ക് തുടരാം. യേശുക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും നൽകുന്ന അതിമഹത്തായ ഒരു വാഗ്ദത്തമാണ് ഈ വചനം. ക്രിസ്തു നമുക്ക് നൽകിയിട്ടുള്ള വചനത്തിൻ്റെയും ദൈവ ഇഷ്ടത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നാം പിതാവാം ദൈവത്തോട് യാചിക്കുന്ന പ്രാർത്ഥന എല്ലാം ക്രിസ്തു നിറവേറ്റി തരുന്നു. കർത്താവായ യേശുവിലൂടെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നതിലൂടെ പിതാവാം ദൈവം മഹത്വപ്പെടുന്നു. നമ്മുടെ ബലഹീനതകളിൽ തുണനിൽക്കുന്ന ആത്മാവിൻ്റെ സഹായത്തിനായി നമുക്ക് പ്രാർത്ഥനാ ജീവിതം തുടരാം. യേശുവിനോടൊപ്പമുള്ള ഈ യാത്രയിൽ ദൈവത്തിൽ നിന്നും ശക്തി പ്രാപിച്ച് ഉണർന്നിരുന്ന് ജാഗ്രതയോടെ പ്രാർത്ഥനാ ജീവിതം തുടരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ ക്ഷമിക്കണമേ. അങ്ങുമായുള്ള കൂട്ടായ്മ ബന്ധത്തിൽ തുടരുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. പരീക്ഷയിൽ അകപ്പെടാതെ വണ്ണം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.
ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.